ഞാൻ വിജയിച്ചു വരുവാണെങ്കിൽ എൻ്റെ വാർഡിന് നല്ല രീതിയിലുള്ള വികസനങ്ങൾ ഞാൻ കാഴ്ചവെക്കും. ഒരു അഴിമതി വിമുക്ത പഞ്ചായത്താണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, തോന്നുന്നില്ല, ഒരിക്കലും തോന്നുന്നില്ല. കാരണം LDF ആണ് ഇപ്പോൾ ഇവിടെ ഭരണം നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 5 വർഷക്കാലം നല്ല രീതിയിലുള്ള ഭരണമാണ്. അപ്പം നമുക്ക് അഴിമതി എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ജനങ്ങൾ എന്തെങ്കിലും പറയും, അത് നമ്മൾ വക കൊള്ളുകയില്ല. അപ്പൊ അത് അങ്ങനെ പറയാം, അഴിമതി ഇല്ലെന്ന് തന്നെയാണ് പറയുന്നത്. അഴിമതിയൊന്നുമില്ല. ഇതിപ്പം നമ്മൾ തന്നെയല്ലേ മാലിന്യമുക്തമാക്കുന്നത്. നമുക്കിതിനുള്ള സംവിധാനം സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ രീതിയിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ മാലിന്യമുക്തത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടും. എന്താണേലും കല്ലറ പഞ്ചായത്ത് മാലിന്യമുക്തത്തിൽ ഒന്നാമതായിട്ട് തന്നെ നിൽക്കുന്നു. അപ്പം പിന്നെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ നടത്തുന്നുണ്ട്. പരിഹാരം കാണണമല്ലോ. അപ്പം നമ്മൾ നമ്മുടെ സർക്കാർ നമ്മുടെ ഈ ഭരണസമിതി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള നടപടിയെടുത്ത് നല്ല രീതിയിൽ ഒരു പ്ലാന്റ് നിർമ്മിക്കാനായിട്ട് ഉള്ള സംവിധാനം ഒരുക്കും. വിജയിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചതിലപ്പുറങ്ങൾ കാര്യങ്ങൾ ചെയ്യും എന്നുള്ള ഒരു ബോധം ഉണ്ട്. അതുപോലെ തന്നെ നടപ്പാക്കുകയും ചെയ്യും. നാടറിയണം സ്ഥാനാർത്ഥികളെ. Meet candidates with UTalk. കല്ലറ പഞ്ചായത്തിലെ 14-ാം വാർഡിലെ CPIM-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പൊ നമുക്ക് സ്ഥാനാർത്ഥിയോട് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. പേരെന്താണ്? ജയമോൾ പ്രദീപ്. ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്? ആദ്യമായിട്ടാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ എവിടം വരെ? കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ നടക്കുന്നു. ഇനി കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കയറാനുള്ളൂ. ബാക്കി എല്ലായിടും തന്നെ കവർ ചെയ്തു. എല്ലായിടത്തു നിന്നും നല്ലൊരു പ്രതികരണമാണ് കിട്ടിയിരിക്കുന്നത്. കുഴപ്പമില്ലാതെ പോകുന്നു. അപ്പം വിജയിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കല്ലറയിലെ ജനങ്ങൾക്കായിട്ട് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? പ്ലാൻ ചെയ്തിട്ടില്ല. ഞാൻ വിജയിച്ചു വരുവാണെങ്കിൽ എൻ്റെ വാർഡിന് നല്ല രീതിയിലുള്ള വികസനങ്ങൾ ഞാൻ കാഴ്ചവെക്കും. എന്തൊക്കെയായിരിക്കും മനസ്സിൽ കണ്ടിരിക്കുന്നത്? നമ്മൾ പഞ്ചായത്ത് ഭാഗം അധികരിച്ചാണ് എൻ്റെ വാർഡ്. പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന ഭാഗമാണ്. അപ്പം പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ഞാൻ ചെയ്യും. പ്രത്യേകിച്ച് ഒന്നും മനസ്സിലോട്ട് വന്നില്ല. അന്നേരത്തെ ഇതുപോലെ നമ്മൾ ചെയ്തിരിക്കും. ഇവിടുത്തെ കുറെ പ്രശ്നങ്ങൾ നമുക്കറിയാം. കൃഷിയുടെ മേഖലയിലാണെങ്കിൽ പോലും കർഷകരൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നതും അതുപോലെ വെള്ളം കയറുന്നൊക്കെ ആയിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ കർഷകർക്ക് പിന്തുണ നൽകിക്കൊണ്ടുള്ള എന്തെങ്കിലും പദ്ധതികളൊക്കെ ആവിഷ്കരിക്കാൻ പദ്ധതി ഇടുന്നുണ്ടോ? ഉണ്ട്. അപ്പം കർഷകരെ കുറിച്ച് നമ്മൾ കർഷകരുമായിട്ട് അത്രയ്ക്കൊരു അടുപ്പമില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയത്തില്ല. എങ്കിലും തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യും. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും കായികപരമായിട്ട് അതുപോലെ സ്കൂളിന്റെ കാര്യം അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വികസിപ്പിക്കാനായിട്ടുള്ള പദ്ധതികളൊക്കെ എന്തെങ്കിലും ഉണ്ടോ? കുട്ടികൾക്കായിട്ട് നമ്മളിപ്പോ ഓപ്പൺ ജിമ്മ് അതുപോലെ ഓപ്പൺ ഗ്രൗണ്ട് നമുക്കുണ്ട്. നമ്മുടെ സർക്കാർ നമ്മുടെ പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം ജിമ്മൊക്കെ ഉദ്ഘാടനം ചെയ്തു. അതിന് എല്ലാവിധ പരിപാടികളും നമുക്ക് കല്ലറ പഞ്ചായത്തിലുണ്ട്. ഇല്ലാത്തത് നമ്മൾ നല്ല രീതിയിൽ തന്നെ ചെയ്യും. ഇപ്പൊ നമ്മൾ കല്ലറ പഞ്ചായത്ത് തന്നെ അറിയപ്പെടുന്നത് മാലിന്യ വിമുക്ത പഞ്ചായത്ത് എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഒരുപാട് പേര് ഇങ്ങനെ കംപ്ലൈന്റ് ആയിട്ട് പറയുന്നുണ്ട്. അതായത് ഒരു മാലിന്യ പ്ലാന്റ് ഇല്ല, അതുപോലെ തന്നെ ഒരുപാട് വെള്ളത്തിലാണെങ്കിലും പായലുകൾ, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ, അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? അതിപ്പം നമ്മൾ തന്നെയല്ലേ മാലിന്യമുക്തമാക്കുന്നത്. നമുക്കിതിനുള്ള സംവിധാനം സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ രീതിയിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ മാലിന്യമുക്തത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടും. എന്താണേലും കല്ലറ പഞ്ചായത്ത് മാലിന്യമുക്തത്തിൽ ഒന്നാമതായിട്ട് തന്നെ നിൽക്കുന്നു. അപ്പം പിന്നെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ നടത്തുന്നുണ്ട്. പിന്നെ മാലിന്യ പ്ലാന്റ് എന്ന രീതിയിൽ മാലിന്യ പ്ലാന്റ് നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതിനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ നമ്മളിവിടെ അതില്ല. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ നേരിടുന്നുണ്ട്. അപ്പം അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണുമോ? പരിഹാരം കാണണമല്ലോ. അപ്പം നമ്മുടെ സർക്കാർ നമ്മുടെ ഈ ഭരണസമിതി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള നടപടിയെടുത്ത് നല്ല രീതിയിൽ ഒരു പ്ലാന്റ് നിർമ്മിക്കാനായിട്ട് ഉള്ള സംവിധാനം ഒരുക്കും. നിലവിൽ നമുക്ക് LDF-ന്റെ ഭരണത്തിൽ തന്നെ കുറെ അഴിമതികളും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെന്ന് പ്രതിപക്ഷം അതുപോലെ നമ്മൾ സംസാരിച്ച് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? ഒരു അഴിമതി വിമുക്ത പഞ്ചായത്താണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, തോന്നുന്നില്ല, ഒരിക്കലും തോന്നുന്നില്ല. കാരണം LDF ആണ് ഇപ്പോൾ ഇവിടെ ഭരണം നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 5 വർഷക്കാലം നല്ല രീതിയിലുള്ള ഭരണമാണ്. അപ്പം നമുക്ക് അഴിമതി എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ജനങ്ങൾ എന്തെങ്കിലും പറയും, അത് നമ്മൾ വക കൊള്ളുകയില്ല. അപ്പൊ അത് അങ്ങനെ പറയാം, അഴിമതി ഇല്ലെന്ന് തന്നെയാണ് പറയുന്നത്. അഴിമതിയൊന്നുമില്ല. എന്നാൽ അഴിമതി ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതിനൊരുങ്ങത്തില്ലല്ലോ. പിന്നെ നമ്മൾ ഈ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വരികയില്ലല്ലോ. അപ്പം നമ്മുടെ ഇവിടെ അഴിമതിയൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ LDF പോകുന്നത്. ഇപ്പൊ വേറെ എന്തെങ്കിലും, അതായത് ആരോഗ്യപരമായിട്ടുള്ള മേഖലയിലും എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ ഒരു മനസ്സിൽ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഇപ്പൊ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിലും കല്ലറയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന ഒരു പ്ലാൻ എനിക്കുണ്ട്, ആ ഒരു രീതിയിൽ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടോ?
എൻ്റെ ഭാഗത്തു നിന്നും ഒരു ജനങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ? ജനങ്ങളുടെ പ്രതിനിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാത്തിനും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. അല്ലാതെ പ്രത്യേകിച്ചൊരു ഇത് നമ്മളെല്ലാവരോടും കൂടി നേരത്തെ ഇപ്പൊ മറ്റ് സ്ഥാനാർത്ഥികൾ പറഞ്ഞതിൽ വെച്ചും ഗതാഗതം റോഡിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ ഓപ്പൺ ഗ്രൗണ്ട്, ജിം, അങ്ങനെയുള്ള എന്തെങ്കിലും ഓപ്പൺ ഗ്രൗണ്ടൊക്കെ നമ്മൾ ചെയ്യണം. അതാണ് നമ്മുടെ ഒരാഗ്രഹം. തുടർഭരണം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ട്. തുടർഭരണം പ്രതീക്ഷിക്കുന്നു. പിന്നെ എനിക്ക് കിട്ടിയ ഒരു വലിയൊരു ചാൻസാണ്. ഞാൻ ഹരിതകർമ്മസേന ആയിരുന്നു തന്നെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ കിട്ടി. അതെനിക്കൊരു വലിയൊരു അഭിമാനമായിട്ട് തോന്നുന്നു. വിജയിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചതിലപ്പുറങ്ങൾ കാര്യങ്ങൾ ചെയ്യും എന്നുള്ള ഒരു ബോധം ഉണ്ട്. അതുപോലെ തന്നെ നടപ്പാക്കുകയും ചെയ്യും. തെരഞ്ഞെടുപ്പിന്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു.